ഇപ്പോൾ കേട്ട ഞെട്ടിപ്പിക്കുന്ന വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ്. പ്രമുഖ വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ ഡോക്ടർ CJ റോയ് ജീവൻ ഒടുക്കി. ബംഗളൂരുവിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ സ്വന്തം തോക്കിൽ നിന്നും വെടിവെച്ച് മരിച്ചു എന്നാണ് വിവരം. വിശദാംശങ്ങളുമായി ആസിഫാണ് ചേർന്നത്. ആസിഫെ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? സേതു, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടയിലാണ് CJ റോയ് ഇത്തരത്തിൽ ജീവനൊടുക്കി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന് നിരവധി തവണ നോട്ടീസ് ലഭിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിലെ അടക്കം പരിഗണനയുള്ള കേസായി ഇത് വളരുകയും ചെയ്തിരുന്നു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ റെയ്ഡ് ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നത്. 4 ഇടങ്ങളിലായി റെയ്ഡ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. ആ ഒരു റെയ്ഡ് തുടരുന്നതിനിടെ തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ജീവനെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അശോക് നഗറിലെ വീടിനോട് ചേർന്നുള്ള ഓഫീസ് മുറിയിൽ കയറിയാണ് അദ്ദേഹം തോക്കുപയോഗിച്ച സ്വയം വെടിയുതിർത്തത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മാത്രമല്ല, ഈ ഒരു സമയത്ത് ഇപ്പോൾ ജീവനക്കാരുടേതായി ചില കന്നഡ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് അറസ്റ്റ് ഭയന്നാണ് അദ്ദേഹം ജീവനൊടുക്കിയത് എന്ന ചില റിപ്പോർട്ടുകൾ ചില കന്നഡ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് ജീവനക്കാർ പറഞ്ഞതായി സ്ഥിരീകരിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും ആദായ നികുതി റെയ്ഡിനെ തുടർന്ന് അദ്ദേഹം ഈ ഒരു ജീവനെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസ് സംഘം അടക്കം സ്ഥലത്ത് എത്തുകയും പരിശോധനകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം വെടിയുതിർത്തതിന് പിന്നാലെ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആ സമയത്ത് അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു ഇത്തരത്തിൽ CJ ജോയിയും ജീവനൊടുക്കി എന്നുള്ള വാർത്ത. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടന്നിരുന്നു. അതിനോട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സഹകരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അതിൻ്റെ നിയമപോരാട്ടം അത് തുടരുകയും അത് ഹൈക്കോടതിയിലേക്ക് അടക്കം എത്തുകയും ചെയ്തൊരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രേഖകളും മറ്റും പരിശോധിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ജീവനെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അശോക് നഗറിലെ വീടിനോട് ചേർന്ന് തന്നെയുള്ള ഓഫീസ് മുറിയിലായിരുന്നു ഈ ഒരു ആത്മഹത്യ ജീവനെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് തലയ്ക്ക് വെടിയുതിർക്കുക ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ വളരെ കുറവാണ് ലഭിക്കുന്നത് എന്നുള്ളതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഇതിനെ ആശ്രയിക്കാൻ കഴിയുക പോലീസിൻ്റെതായി വരുന്ന റിപ്പോർട്ടുകളും അതുപോലെ തന്നെ കന്നഡ മാധ്യമങ്ങളിൽ വരുന്ന ചില റിപ്പോർട്ടുകളും മാത്രമാണ്. എന്തായാലും ഓഫീസിലെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ജീവനൊടുക്കിയത് എന്നുള്ള വിവരം നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ജീവനക്കാരെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് അറസ്റ്റ് അദ്ദേഹം ഭയന്നിരുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഉള്ളത്. ഇൻകം ടാക്സ് പരിശോധന 4 ഇടങ്ങളിലായി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു ഇൻകം ടാക്സ് പരിശോധനയായി നമുക്ക് പറയാനും കഴിയില്ല. കാരണം ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിരവധി കേസുകൾ ഉണ്ടാവുകയും അത് നിയമപോരാട്ടം അതുമായി ബന്ധപ്പെട്ട തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചി സ്വദേശിയാണ് ഇദ്ദേഹം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങളെല്ലാം കെട്ടിപ്പടുത്തത്. പിന്നീട് കേരളത്തിലേക്കും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വലിയ നിക്ഷേപം നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനുശേഷം ദുബായ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് വലിയ രീതിയിൽ ബിസിനസ് സാമ്രാജ്യം വളരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിലെ ഒരു പ്രമുഖ മലയാളി വ്യവസായി എന്ന രീതിയിൽ തന്നെ ലോകത്ത് എമ്പാടും പേരെടുക്കുക കൂടി ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. എന്തായാലും അവിചാരിതമായാണ് ഈ ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നത്. അത് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ വിവരം ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഏജൻസിയുടേതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയ്ക്കിടെയാണ് ഇതുണ്ടായത് എന്നുള്ള വിവരമായിരുന്നു പുറത്തു വന്നത്. അത് ED റെയ്ഡ് ആയിരുന്നു എന്ന് ആദ്യഘട്ടത്തിൽ ചില വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനകളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും അറസ്റ്റ് ഭയന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, ജീവനൊടുക്കിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരെ കോട്ട് ചെയ്തുകൊണ്ട് കന്നഡ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഒഫീഷ്യലായി ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്തിയ സാഹചര്യമില്ല എന്നതുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നടക്കം ലഭ്യമാകേണ്ട സാഹചര്യവുമുണ്ട്. ഫെമ ചട്ടലംഘനം അടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചും നേരത്തെ ചില കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ അന്വേഷണത്തോടെല്ലാം കൃത്യമായി സഹകരിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും
ചെയ്തിരുന്നു എന്നാണ് മുൻകാലങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന കേസുകളിലും മറ്റും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിലടക്കം ഈ പല നോട്ടീസുകളെയും ചലഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ കേസ് നൽകുകയും അത് നടത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ ഈ ഒരു റെയ്ഡിന് പിന്നാലെ ഈ ഒരു ജീവനെടുക്കുന്നതിലേക്ക് അദ്ദേഹത്തിന് പ്രകോപിതമാകാനുണ്ടായ കാരണം നമുക്ക് ഏതായാലും വ്യക്തമല്ല. ചില എല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരു വ്യക്തി കൂടിയായിരുന്നല്ലോ ഡോക്ടർ സി ജെ റോയ് ആസിഫ്. ഇപ്പം പൊതുപരിപാടികളിലാകട്ടെ സ്പോൺസർഷിപ്പുകളുമായിട്ടാകട്ടെ എല്ലാ ജനകീയ പരിപാടികളുടെയും ഒക്കെ മുഖ്യ സ്പോൺസർഷിപ്പിൽ വരുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഡോക്ടർ സി ജെ റോയുമായിരുന്നു. മാത്രമല്ല ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമീപനവും അത്രയധികം നല്ല സമീപനം വച്ചു പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ സിനിമാ രംഗത്താണെങ്കിൽ അദ്ദേഹം ഈ ഏതൊക്കെയോ സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട്, സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വളരെ ജനകീയനായ ഒരു സംരംഭകൻ കൂടിയായിരുന്നു ഡോക്ടർ സി ജെ റോയി. ഇപ്പം അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യ അത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പം നമ്മളെ തന്നെ ഒരുപാട് പേര് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞെട്ടലോടുകൂടി പലരും ഈ മെസ്സേജ് അയക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ വാർത്ത അറിഞ്ഞതിന് തൊട്ട് പിന്നാലെ. ഇതിപ്പോൾ ഒരു ഔദ്യോഗികമായ ഒരു ബ്രീഫിംഗ് അത് എപ്പോഴത്തേക്കും പ്രതീക്ഷിക്കാം ആസിഫ്? ഇപ്പം ഈ IT വിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പം ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലോ അതല്ലെങ്കിൽ കർണാടക DGPയുടെ ഭാഗത്തു നിന്നാണെങ്കിലോ ഒരു ബ്രീഫിംഗ് നമുക്ക് എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം? അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 18 വർഷക്കാലം കൊണ്ടാണ് ഈ കാണുന്ന ബിസിനസ് സാമ്രാജ്യം മുഴുവൻ അദ്ദേഹം കെട്ടിപ്പടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2006-ലാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അദ്ദേഹം ആദ്യമായി ഒരു സംരംഭകനായി വരുന്നത്. അതിന് പിന്നാലെ വിവിധ മേഖലകളിലേക്ക് ആ സംരംഭം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. അത്ര വലിയ രീതിയിലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാനായി അദ്ദേഹത്തിന് മാറാൻ കഴിയുകയും ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനി പിന്നീട് സ്വന്തം ജന്മനാടിലേക്ക് കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിലും അദ്ദേഹം വിവിധ സംരംഭങ്ങൾക്ക് തുടക്കമിടുന്ന ഘട്ടമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പല റിയാലിറ്റി ഷോകളുടെയും പ്രധാനപ്പെട്ട സ്പോൺസർഷിപ്പ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടേതായി വന്നത് നമുക്ക് അറിയാം. മലയാള സിനിമയിൽ തന്നെ ഏകദേശം 6ഓളം സിനിമകളാണ് അദ്ദേഹം നിർമ്മാണ രംഗത്ത് സഹകരിക്കുന്ന ഘട്ടമുണ്ടായത്. മരക്കാർ സിനിമ അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടുകൂടി വന്ന സിനിമയാണ്. കാസിനോവ അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടുകൂടി വന്ന സിനിമയാണ്. അങ്ങനെ വലിയ സാമ്പത്തിക ചിലവും വലിയ വിജയവും ഉണ്ടായ ചിത്രങ്ങളിലടക്കം അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭം സഹകരണം ഉണ്ടാവുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തതെങ്കിൽ പോലും ജന്മനാട്ടിൽ അദ്ദേഹം വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അടക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടി നമുക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾക്ക് അദ്ദേഹം ചില ഘട്ടങ്ങളിലൊക്കെ പ്രഖ്യാപിച്ച സഹായവും മറ്റുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് വലിയ ചർച്ചയായതും മറ്റും നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ എല്ലാ ഘട്ടത്തിലും മലയാളികൾക്ക് സുപരിചിതനായ ഒരു വ്യവസായിയായി അദ്ദേഹം മാറിയത് അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കേരളത്തിനും പുറത്ത് നടത്തുന്ന മലയാളി വ്യവസായികൾ ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം പൊതുവെ മലയാളികൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു പേരായി മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അങ്ങനെ അത്തരത്തിൽ കൂടി വലിയ രീതിയിൽ സജീവമായി ഇടപെടുകയും ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്ത ഒരു ബിസിനസ് സംരംഭകൻ കൂടിയായിരുന്നു റോയ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത അറിയുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. എന്തായാലും അവിചാരിതമായി ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയായാണ് അല്പം മുമ്പ് ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്. ബാംഗ്ലൂരിലെ അശോക് നഗറിലെ അദ്ദേഹത്തിൻ്റെ വസതിയോട് ചേർന്ന ഓഫീസിലാണ് അദ്ദേഹം തോക്കിൽ നിന്ന് സ്വയം വെടിയുതിർത്ത് ജീവനെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഈ ഒരു ആദായ നികുതി വകുപ്പിൻ്റെ ഒരു റെയ്ഡിൻ്റെ പേരിൽ അദ്ദേഹം ഒരു ജീവനെടുക്കുന്നതിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് സ്വാഭാവികമായും നമുക്ക് ഒരു ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം സ്വാഭാവികമായും ഈ ബിസിനസ് മേഖലയിലുള്ള പല ആളുകളും ഇത്തരത്തിലുള്ള പല റെയ്ഡുകളും പരിശോധനകളും നേരിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ഇത് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചോളം ഇതൊരു ആദ്യത്തെ ഒരു പ്രശ്നമല്ല എന്നും കൂടി നമുക്ക് അറിയാം. കാരണം ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ മുമ്പ് നടന്നിട്ടുണ്ട്. ഇത് കർണാടക ഹൈക്കോടതിയിൽ അടക്കം പരിഗണനയിലിരിക്കുന്ന കേസായി ഇത് ഇപ്പോഴും നിലവിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയൊരു
ഘട്ടത്തിൽ പോലും ഈ പെട്ടെന്ന് ജീവനൊടുക്കുന്നതിലേക്കടക്കം നീണ്ടു നിൽക്കേണ്ട ഒരു കാരണം ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസിനെ ഇപ്പോൾ എത്തിക്കുകയും ചെയ്തത്. എന്തായാലും പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വെടിയുതിർക്കാൻ ഉപയോഗിച്ച തോക്കടക്കം കസ്റ്റഡിയെടുത്ത സാഹചര്യമുണ്ട്. ആ സമയത്ത് തന്നെ വെടിയുതിർത്ത സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ജീവനക്കാരും മറ്റുള്ളവരും ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പുറത്തു വരാനുള്ളത് ഔദ്യോഗികമായ വിശദീകരണങ്ങളും മറ്റുമാണ്. ഇതുവരെ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മാത്രമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. മാത്രമല്ല കർണാടകയിലെ ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ജീവനക്കാരെ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിലാണ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും അതാണ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണമായത് എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സേതു, എന്താണെങ്കിലും കഷ്ടമായിപ്പോയി ആസിഫെ. കേട്ടപ്പോൾ തന്നെ ഒരു ഞെട്ടലാണ്. ഇതേപോലെ തന്നെ ആയിരിക്കും ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവുക. കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു വ്യവസായി കൂടിയായിരുന്നു പ്രമുഖ ബിൽഡറായ ഡോക്ടർ CJ റോയ്. 56 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. നെഞ്ചിൽ വെടിവെച്ച് മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. സ്വന്തം തോക്കുപയോഗിച്ച് നെഞ്ചിൽ വെടിവെച്ച് മരിച്ചു. നമ്മളിപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. പ്രേക്ഷകരിപ്പോൾ കാണുന്ന അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അവിടെ ഈ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ആ ഭാഗമൊക്കെ ഇതേ സീൽ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളൊക്കെ കാണാം. അപ്പോൾ മിക്കവാറും ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോഴും അതിനുള്ളിൽ തന്നെ കാണുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ മൃതശരീരം മാറ്റിയിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മരിച്ച നിലയിലാണ് പിന്നീട് അദ്ദേഹത്തെ ഓഫീസ് മുറിയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിലെ റിച്ച്മോണ്ട് സർക്കിളിലെ ഓഫീസിലായിരുന്നു ഇൻകം ടാക്സിൻ്റെ ഓഫീസ് ഈ പരിശോധന നടന്നത്. പിന്നീട് ഈ പരിശോധനയ്ക്ക് ശേഷം ഒരു അറസ്റ്റ് ഭയത്തെ തുടർന്ന് അദ്ദേഹം ജീവനൊടുക്കിയെന്നാണ് പറയുന്നത്. അറിയില്ല, യഥാർത്ഥ കാരണം അറിയില്ല. ഇനിയിപ്പോൾ നമ്മളൊരു ഒഫീഷ്യൽ ബ്രീഫിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ കർണാടക പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ് ബ്രീഫിംഗ് വരണം. അപ്പോഴാകും യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക.